NSS കേരളത്തിലെ നായർ പൊതുസമൂഹത്തിൽ അതിന് ബന്ധം രമേശ് ചെന്നിത്തല നായന്മാർക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? നായർ സമുദായത്തോടെ നീതി പുലർത്തിയിട്ടുണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പതിവിൽ നിന്നും വ്യത്യസ്തമായി ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടത് ഒന്ന് വിശകലനം ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഞാൻ ഉൾപ്പെടുന്ന നായർ സമുദായത്തിൻ്റെ തലതൊട്ടപ്പവകാശം NSSനാണെന്നും NSS എന്ന നായർ സർവീസ് സൊസൈറ്റിയാണ് കേരളത്തിലെ മുഴുവൻ നായന്മാരുടെയും ഡിക്ഷണറി എന്നും മിക്കവാറും എല്ലാ സമുദായങ്ങളിൽപ്പെട്ടതും മറ്റു വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും എല്ലാം ഒരു വിചാരമുണ്ട്. അപ്പോൾ എനിക്കും പലപ്പോഴും ചെറുതായിരുന്ന കാലത്തെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ശരിക്കും ഇത് ഏത് പ്രസ്ഥാനമാണ് NSS എന്ന്. ഇന്ന് അവിചാരിതമായി കണ്ട ഒരു വീഡിയോ ആണ് എൻ്റെ മനസ്സിലുള്ള ചിന്താഗതികളെ വ്യക്തമായിട്ട് പുറത്ത് കാണിച്ച ഒരു വീഡിയോ. അപ്പോൾ നായർ ഐക്യവേദി എന്ന സംഘടനയുടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് വലുതായിട്ട് കേട്ടിട്ടില്ല, പക്ഷേ ഞാൻ ഇത് ഫോളോ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന പലരും ഈ സംഘടനയിൽ ഉണ്ടെന്നുള്ളത് വേറൊരു കാര്യം. അതിൻ്റെ ചെയർമാനായ പെരുമുറ്റം രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം ഒന്ന് നമുക്ക് കണ്ടിട്ട് ബാക്കി സംസാരിക്കും. രമേശ് ചെന്നിത്തല നായന്മാർക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? മന്ത്രി KC വേണുഗോപാൽ എന്താ ചെയ്തിട്ടുള്ളത്? K കരുണാകരൻ എന്താ ചെയ്തിട്ടുള്ളത്? ആരും നായർ സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കേരളത്തിലെ നായർ ഒരു പൊതുവായ ഒരു ധാരണയുണ്ട്, NSS കേരളത്തിലെ നായർ പൊതുസമൂഹത്തിൽ അതിന് ബന്ധമില്ല. അതിന് എന്താ കാരണം അങ്ങനെ പറയാൻ കാര്യം? കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഏകദേശം മന്നത്ത് പത്മനാഭന് ശേഷം വളരെ കുറച്ച് നാൾ മാത്രമാണ് നായർ സമുദായത്തിന് വേണ്ടി NSS പ്രവർത്തിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇങ്ങോട്ടുള്ള കാലം നമ്മൾ നോക്കിയാൽ ഇവരൊക്കെ വ്യക്തിപരമായ താല്പര്യങ്ങൾ നോക്കി മാത്രമാണ് ഈ സമുദായത്തെ വിറ്റ് പൈസ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്നത് പോലെ നായരാണ് എന്ന് പൊതുവെ ലേബലിൽ അറിയപ്പെടുന്നതും NSSന്റെ ആളാണെന്ന് അറിയപ്പെടുന്നതും എൻ്റെ നാട്ടുകാരനുമായ രമേശ് ചെന്നിത്തല നായർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് പുള്ളി തൻ്റെ പ്രസംഗം തുടങ്ങുന്നത്. ശരിയാണ്, പൊതുവെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, അതായത് ഈ ഇലക്ഷനും ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് പൊതുവെ പറയുന്നുണ്ട് രമേശ് ചെന്നിത്തല NSSന്റെ ആളാണ്, അവിടാണ് രമേശ് ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി പദം സ്വീകരിക്കുന്നത് എന്നൊക്കെ പൊതുവെ പറച്ചിട്ടുണ്ട്. അതെങ്ങനെയും ആയിക്കോട്ടെ, അതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ പുള്ളി ചോദിക്കുന്നത് പോലെ ഈ NSSനെയൊക്കെ താങ്ങിയിട്ട് എന്ത് നായർക്ക് ചെയ്തു എന്നൊരു ചോദ്യം സത്യമുള്ള കാര്യമാണ്. കാരണം മുസ്ലിം സമുദായത്തിൽ അവർ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ പാണക്കാട്ടെ അംഗങ്ങളാണെങ്കിലും ഒക്കെ അവരുടെ ഏത് കാര്യത്തിനും ആ സംഘടനയുണ്ട്. ഇത് പേരിന് മാത്രം ഒരു സംഘടനയായിട്ടാണ് എനിക്കും തോന്നിയത്. കാരണം എൻ്റെ നാട്ടിലുള്ളത് എനിക്കറിയാവുന്നതുമായ NSSന്റെ ഒരേ ഒരു കേന്ദ്രം എന്ന് പറഞ്ഞാൽ കരയോഗമാണ്. ആ കരയോഗത്തിൽ നമുക്കറിയാവുന്ന കാര്യം, ഒന്നീ കല്യാണത്തിന് പിരിവ് കൊടുക്കുക, കല്യാണത്തിന് അവരെ ക്ഷണിക്കുക, അല്ലെങ്കിൽ മരണത്തിന് അവരെ ക്ഷണിക്കുക, മരണത്തിൻ്റെ കാശ് കൊടുക്കുക. ഈ രണ്ട് പരിപാടിക്കും പിന്നെ അടുത്ത് കിടക്കുന്നവരായതും സുഹൃത്തുക്കളുമായതും അവർ തന്നെയായിരിക്കും പ്രസിഡന്റ്, സെക്രട്ടറി. അതിനപ്പുറം NSS ചങ്ങനാശ്ശേരി എന്ന സംഘടനയുമായിട്ട് ഇതുവരെ ജീവിതത്തിൽ ഞാൻ ഒരു കാര്യത്തിനും ഒന്നും കണ്ടിട്ടില്ല. കാരണം എൻ്റെ ഫാദർ ഉൾപ്പെടെ NSSന്റെ കരയോഗം സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്. അന്നൊക്കെ കേട്ടിട്ടുണ്ട് നായർ സർവീസ് സംഘടനയുടെ ഏതോ പരിപാടിക്ക് വണ്ടിയെ പോകുന്നു എന്നൊക്കെ, അല്ലാതെ ഞാനൊന്നും കേട്ടിട്ടില്ല. നായന്മാർക്ക് NSSനെ കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടുമില്ല. ചുമ്മാ ഒരു സംഘടനയായിട്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പുള്ളിയുടെ ബാക്കി വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. NSSന്റെ നേതൃത്വത്തിൽ കടന്നുകൂടി വന്നിട്ടുള്ള ഇന്നത്തെ ശക്തികൾ ഒരുപക്ഷെ ഈ സമുദായത്തിൻ്റെ അന്തകന്മാരായിട്ട് നിൽക്കുകയാണ്. ശ്രീ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ വന്ന സമയത്ത് അതിനെതിരെ അതിശക്തമായ രീതിയിലാണ് ശ്രീ സുകുമാരൻ നായർ രാത്രിയിലിറങ്ങി പത്രസമ്മേളനം നടത്തുന്നത്. VD സതീശനെതിരെ പറയാൻ സുകുമാരൻ നായർക്ക് എന്ത് യോഗ്യതയാണുള്ളത്? VD സതീശൻ മുഖ്യമന്ത്രിയാകുന്ന തീരുമാനം വരുന്നതിൻ്റെ തലേന്ന് രാത്രിയിൽ 10 മണിയായപ്പോൾ ചപ്പാത്തിയും അടിച്ച് കിടന്നുറങ്ങിയ സുകുമാരൻ നായർ പെട്ടെന്നൊരു കസേരയും ഇട്ട് TV ചാനലുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇവിടെ കിടക്കുന്ന ഞാനും ഒന്ന് ഞെട്ടിപ്പോയി. പുള്ളിക്ക് ഉറങ്ങേണ്ട സമയമായി. 7 മണിയാകുമ്പോൾ ചപ്പാത്തി അയച്ചിട്ട് ഈ പ്രായത്തിൽ ഉറങ്ങുന്ന പുള്ളി പാതിരാത്രിയിൽ എഴുന്നേറ്റ് വന്ന് VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നത് ലീഗിൻ്റെ പിന്തുണയോടാണെന്നും അതാണെന്നും ഇതാണെന്നും ഒക്കെ പറയുന്ന കേട്ടിട്ട് ഒരു പിടിയും കിട്ടിയില്ല. കാരണം ഇത്ര വിരോധം വരാൻ ഒരു ഹിന്ദുവായ അല്ലെങ്കിൽ ഒരു നായരായ സതീശൻ്റെ മണ്ടയ്ക്കോട്ട് കുതിര കയറാൻ എന്താണ് പുള്ളിക്ക് ഇത്ര കലിപ്പെന്ന് ഒന്നും മനസ്സിലായി. പക്ഷേ ഇതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ഇത് 100% എൻ്റെ മനസ്സിൽ തോന്നിയിരുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ ഈ പെരുമറ്റം രാധാകൃഷ്ണൻ അങ്ങനെയേ പറയുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിലെ സത്യങ്ങളൊക്കെ ഒരുവിധം മനസ്സിലായി. സുകുമാരൻ നായർ നായർ സമുദായത്തോടെ നീതി പുലർത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ടൂടെ UDF ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശ്രീ KC വേണുഗോപാലും ശ്രീ രമേശ് ചെന്നിത്തലയൊക്കെ മന്ത്രിയും രാജ്യത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ടിരുന്ന സമയത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൽ
സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് വേണ്ടിയുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള 13 ദിവസം കൊണ്ട് കോൺഗ്രസ് സർക്കാർ ഇത് പാസ്സാക്കി. അന്ന് സുകുമാരൻ നായർ ഇവിടെ പോയായിരുന്നു. അന്നും മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ട്. മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ കൂടെയാണ്. അപ്പോൾ പുള്ളി ഈ പറയുന്നതിൽ ഈ കാര്യം 100% സത്യമായ ഒരു കാര്യമാണ്. കാരണം NSS ഉണ്ടായ കാലത്ത് മന്നത്ത് പത്മനാഭൻ അന്ന് നായന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണെന്നും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതാണെന്നും ഒക്കെ അന്ന് കാലത്ത് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ 84-85 കാലം ആയപ്പോഴേ എനിക്കറിയാവുന്ന NSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് അഡ്മിഷന് വാസ്ത പിടിക്കാനും അല്ലെങ്കിൽ കാശ് കൊടുത്ത് സീറ്റ് നേടാൻ ആളുകളുണ്ടെങ്കിൽ, അതായത് NSS പെരുന്നേൽ ആൾബലം ഉണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും NSSന്റെ കോളേജിൽ സീറ്റ് മേടിക്കാനും അല്ലെങ്കിൽ അഡ്മിഷന് വേണ്ടി കാശ് കൊടുത്ത് ആളിനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കാനും ഉള്ള ഒരു സംഘടന മാത്രമായിരുന്നു. പുള്ളിയും പറയുന്നത് അതുതന്നെയാണ്. കാരണം അന്ന് കുറേ കാലത്തേക്ക് മന്നത്ത് പത്മനാഭൻ ഉണ്ടായപ്പം നായന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടന എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ന് അത് അവരവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇപ്പോൾ അത് രാഷ്ട്രീയ നേതാക്കളെ പിന്താങ്ങാനുള്ള ഒരു സംഘടനയായിട്ട് മാറിയിരിക്കുന്നു. ശരിക്കും നായന്മാർക്ക് ഇതിലെന്ത് കാര്യം എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കാരണം ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.